നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിലക്കയറ്റം, സപ്ലൈകോയിലെ സ്തംഭനാവസ്ഥ. മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാലിക്കലങ്ങളുമായി പ്രതിഷേധ മാർച്ച്. പെരിങ്ങൂട്ടുകര ഉത്സവത്തിന് കൊടികയറി. അന്തിക്കാട് വാക്കറ കുളത്തിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. വാർത്തകൾ വിശദമായി. മഹിളാ കോൺഗ്രസ് മണലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിലക്കയറ്റത്തിനെതിരെ സപ്ലൈകോയിലെ സ്തംഭനാവസ്ഥയിലും പ്രതിഷേധിച്ച് പ്രവർത്തകർ കാലിക്കലങ്ങളുമായി സപ്ലൈകോ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് VC ഷീജ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുറുമാത്ത്, ഗ്രേസി ജേക്കബ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സുഗന്ധിനി ഗിരീഷ്, പ്രിൻസി സുരേഷ്, ടോളി വിനീഷ്, ജില്ലാ സെക്രട്ടറി NK വിമല, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ സുനീതി, CN സുരജ, ട്രഷറർ ബീന സേവിയർ, കവിത, ജയശ്രീ, ചാന്ദിനി, ലിജി റോയ്, ഷീല PA, ഷെൽജി, ബ്ലോക്ക് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഷഫീന ഷബീർ അലി, ബ്ലോക്ക് സെക്രട്ടറിമാരായ ബഷീറ നൂറുദ്ദീൻ, സുജാത ഹരിഹരൻ, കുമാരി സുരേഷ് എന്നിവരും പ്രവർത്തകരും പങ്കെടുത്തു. മണ്ഡലം പ്രസിഡന്റുമാരായ സുചിത്ര ദിനേശ്, ജെസ്സി ആന്റണി, ഷീജ ഉണ്ണികൃഷ്ണൻ, ഫിലോമിന ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. പെരിങ്ങൂട്ടുകര 105ാമത് ശ്രീ സോമശേഖര ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. രാവിലെ പള്ളിയുണർത്തൽ, നടതുറപ്പ്, ശാന്തിഹോമം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, കലശപൂജ, കലശാഭിഷേകം, ഗുരുപൂജ, ശിവപൂജ, സമൂഹ പ്രാർത്ഥന എന്നിവ നടന്നു. തുടർന്ന് ശിവഗിരി മഠം താന്ത്രികാചാര്യൻ ശിവനാരായണ തീർത്ഥ സ്വാമികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടന്നു. ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ സന്നിധരായിരുന്നു. കിഴ്പ്പിള്ളിക്കര SNSLP സ്കൂളിൽ ശതാബ്ദി PTA ദിനാഘോഷത്തിന് തുടക്കമായി. ശനിയാഴ്ച ഉച്ചയ്ക്ക് നർത്തനം 2024 എന്ന പേരിൽ കുട്ടികളുടെ കലാപരിപാടികളോടെയായിരുന്നു തുടക്കം. TN പ്രതാപൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു വിദ്യാലയം ഇവിടെ തുടങ്ങി. ശ്രീനാരായണ ഗുരുദേവന്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന നാടാണ് ഈ പെരുങ്ങൂട്ടുകരയും നമ്മുടെ നാട്ടികയും ഉൾപ്പെടെയുള്ള പ്രദേശം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ എന്ന ആപ്തവാക്യം മനുഷ്യന് നൽകി. വിദ്യതനാൽ സർവ്വതനാൽ പ്രധാനം എന്നുള്ളത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഗുരു എവിടെ ചെന്നാലും പറയും, ശ്രീനാരായണ ഗുരു എവിടെ ചെന്നാലും പറയും, ഒരു വിദ്യാലയം ഉണ്ടാക്കുക. ഒരു വിദ്യാലയം ഉണ്ടാക്കിയാൽ അതിന് ഗുണം വേറെന്ത് 1000 അമ്പലങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ 1000 പള്ളികൾ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ ഗുണമാണ് ഒരു വിദ്യാലയം ഉണ്ടാക്കിയാൽ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. കണ്ണാടിയിൽ പ്രതിഷ്ഠ നടത്തി കണ്ണാടിയിലേക്ക് നോക്കി നീ നിന്നെ തന്നെ നീ തിരിച്ചറിയൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഗുരു വിദ്യ ഉണ്ടാകാൻ വേണ്ടി വിദ്യ അഭ്യസിക്കാൻ വേണ്ടി എന്ത് ത്യാഗവും സഹിക്കണമെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയുണ്ടായി. നാട്ടിക MLA CC മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. സ്മരണിക പ്രകാശനവും നടന്നു. പ്രധാന അധ്യാപിക KS ലേഖ ആമുഖ പ്രസംഗം നടത്തി. സ്റ്റാഫ് പ്രതിനിധി KS ലിഷ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡംഗം മിനി ജോസ്, സ്കൂൾ മാനേജർ KR മണി, സംഘാടക സമിതി ചെയർപേഴ്സൺ സജിത ബിജു, MPTA പ്രസിഡന്റ് രേഷ്മ സതീഷ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അനിൽ PB, KS ചന്ദ്രബാബു, ബാസ്റ്റിൻ P പോൾ, MV മുകേഷ്, KA ഷൗക്കത്ത് അലി, മുഹമ്മദ് ഷഹസാദ്, അബ്ദുൾ സമദ് എന്നിവർ സംസാരിച്ചു. കലാപരിപാടികളും നടന്നു. തൃത്തല്ലൂരിൽ അനധികൃതമായി വിദേശമദ്യം വിൽപ്പന നടത്തിയ യുവാവിനെ വാടാനപ്പള്ളി എക്സൈസ് അറസ്റ്റ് ചെയ്തു. തൃത്തല്ലൂർ കരിപ്പാടത്ത് വീട്ടിൽ അനീജ് കുമാറാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം രാത്രി 10:45 സംഭവം. രഹസ്യവിവരത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ വാടാനപ്പള്ളി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ VG സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം യുവാവിനെ പിടികൂടുകയായിരുന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2023-24 ജനകീയാസൂത്രണ കാർഷിക പദ്ധതി പ്രകാരം വനിതാ ഗ്രൂപ്പ് പച്ചക്കറി കൃഷിയുടെ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് തല പച്ചക്കറി തൈ നടീൽ ഉദ്ഘാടനം സംഘടിപ്പിച്ചു.
തളിക്കുളം 8-ാം വാർഡിൽ 5 സ്റ്റാർ വനിതാ കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിലെ 16 വാർഡുകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ കൃഷിക്കൂട്ടങ്ങൾക്കായി 22,000 പച്ചക്കറി തൈകളാണ് ബ്ലോക്ക് വിതരണം ചെയ്തത്. കൃഷി നടത്തുന്നതിനുള്ള കൂലിയും ചെലവും ബ്ലോക്ക് പഞ്ചായത്താണ് നൽകുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു ആമുഖ പ്രസംഗം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ കല, കൃഷി ഓഫീസർ അഞ്ജന, അസിസ്റ്റന്റുമാരായ മാജി, ബിനു, പൊതുപ്രവർത്തകരായ KR സീത, EPK സുഭാഷിതൻ, 5 സ്റ്റാർ കൃഷിക്കൂട്ടം അംഗങ്ങളായ ഷംന വലിയകത്ത്, ഷാജിദ ഷൗക്കത്ത്, ഫൗസിയ, സീനത്ത്, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവരും പൊതുജനങ്ങളും പങ്കെടുത്തു. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയാണ്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 5 പഞ്ചായത്തുണ്ട്. 5 പഞ്ചായത്തിലും ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തനമാണ് നേരത്തെ പറഞ്ഞത് 1,46,00,000 രൂപ. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിമിതമായ ഫണ്ട് ഒരു 5 കോടിയിൽ താഴെയാണ് ഫണ്ട്. അതിൽ നിന്ന് തന്നെ വലിയൊരു സംഖ്യ മേടിച്ചെടുത്തത് തളിക്കുളം ഗ്രാമപഞ്ചായത്താണ്. അത് പല മേഖലകളിലുമായിട്ട് നമുക്ക് വിനിയോഗിക്കാൻ സാധിച്ചു. ഇത് സാധാരണക്കാരുടെ കൈകളിലേക്ക്, സാധാരണക്കാരുടെ കുടുംബങ്ങളിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോ തീർച്ചയായിട്ടും അവിടെയൊക്കെ തന്നെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ കാണുന്നത് നമുക്ക് രാഷ്ട്രീയം വേണം, പക്ഷെ ഇത്തരം വികസന പ്രവർത്തനങ്ങളിൽ. എടമുട്ടം സരസ്വതി വിലാസം UP സ്കൂളിൽ ശനിയാഴ്ച 96ാമത് വാർഷികവും PTA ദിനവും നടത്തി. രാവിലെ നടന്ന ചടങ്ങിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം മണി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക KM മഹിജ ആമുഖ പ്രസംഗം നടത്തി. പിന്നണി ഗായിക അനുഷ്ക സരീഷിനെ ആദരിച്ചു. എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് മുഖ്യ അതിഥിയായിരുന്നു. എൻഡോമെന്റ് വിതരണവും നടന്നു. തളിക്കുളം BPC KH സിന്ധു, PTA പ്രസിഡന്റ് BS പ്രിജിനി, സ്കൂൾ മാനേജർ CP ശാന്തകുമാരി, MPTA പ്രസിഡന്റ് അശ്വതി റോഷൻ, K വേണുഗോപാലൻ, വിമല വേണുഗോപാലൻ, നിഷ ശ്യാം, സംഗീത് ശങ്കർ, ധ്വനി ധനിജിത്ത്, VB സിറാജ് എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ ഈ സ്കൂളിൻ്റെ സരസ്വതി കലാശ്രമ സ്കൂളിൻ്റെ മഹത്തായ ഈ ചടങ്ങിലേക്ക് അതോടൊപ്പം തന്നെ രക്ഷാകർതൃ ദിനവുമായിട്ടുള്ള ഇന്ന് എന്നെ ഇതിൽ ക്ഷണിച്ച HMയോടും ടീച്ചേഴ്സിനോടും. സംസ്ഥാനതല പുരസ്കാര നിറവിൽ നിതിൻ ദാസ്. സെന്റ് അലോഷ്യസ് കോളേജ് എൽത്തുരുത്ത് മലയാള വിഭാഗം പ്രൊഫസർ KI തോമസ് സ്മരണാർത്ഥം കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച 2ാമത് പ്രൊഫസർ KI തോമസ് സ്മാരക പുരസ്കാരം നാട്ടിക ശ്രീനാരായണ കോളേജിലെ 2ാം വർഷം മലയാള ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥി നിതിൻ ദാസിന് സമ്മാനിക്കും. മലയാള നോവൽ അറ്റ് 2023 എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ലേഖന മത്സരത്തിലെ മികച്ച ലേഖനത്തിലുള്ള പുരസ്കാരമാണിത്. 5,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം 2024 ഫെബ്രുവരി 28 രാവിലെ 10 മലയാള കഥാകൃത്തും നോവലിസ്റ്റുമായ ബെന്യാമിൻ സമ്മാനിക്കും. സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതിഭാ പുരസ്കാരം, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പുരസ്കാരം, സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകൾക്ക് കീഴിലുള്ള കലാലയങ്ങളിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്കുള്ള പുരസ്കാരം തുടങ്ങി ഇതിനോടകം 21 പുരസ്കാരങ്ങളാണ് സംസ്ഥാന തലത്തിൽ നിതിൻ ദാസിന് ലഭിക്കുന്നത്. മണലൂർ സ്വദേശികളായ കുറുവങ്ങാട്ടിൽ ഹരിദാസ്, സിന്ധു ദമ്പതികളുടെ മകനായ നിതിൻ ഗ്രാമ്യ ഓർബിറ്റ് ചാനലിലെ വാർത്താവതാരകൻ കൂടിയാണ്. ഇനിയൊരു ഇടവേള.
അധിനിവേശത്തിനെതിരെ കേരളത്തിന്റെ ജനകീയ ബദലുയർത്തിയ ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് സംരംഭ കൂട്ടായ്മയായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന സമ്മേളനം മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോട്ട്. പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനം, വിവിധ സെമിനാറുകൾ തുടങ്ങി നിരവധി പരിപാടികൾ. മാർച്ച് 2-ന് വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയും. തുടർന്ന് കോഴിക്കോട് കടപ്പുറത്ത് പൊതുസമ്മേളനത്തിൽ മന്ത്രിമാർ, സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുന്നു. ഡിജിറ്റൽ മാധ്യമ ഇന്റർനെറ്റ് സേവനത്തെ ഭാവി കേരളത്തിന്റെ കരുത്തും ചാലകവുമാക്കി മാറ്റുവാനുള്ള ഈ മഹാസമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകളിലേക്ക്. അന്തിക്കാട് വാക്കറ കുളത്തിൽ കുളിക്കാനിറങ്ങിയ +1 വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. അന്തിക്കാട് വന്നേരി സെന്ററിന് സമീപത്തെ വാക്കറ കുളത്തിൽ സുഹൃത്തുക്കളുമൊത്ത് കുളിക്കാനിറങ്ങിയ +1 വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. പഴുവിൽ സ്വദേശി ജോയിയുടെ മകൻ ആൽവിനാണ് മരിച്ചത്. പടിയത്തുള്ള സുഹൃത്തിന്റെ വീട്ടിലെത്തിയതായിരുന്നു ആൽവിൻ. 4 പേരടങ്ങുന്ന കൂട്ടുകാർ ഉച്ചയ്ക്ക് 2:30-യോടെ വാക്കറ കുളത്തിൽ കുളിക്കുന്നതിനിടെ നീന്താൻ ഉപയോഗിച്ച ട്യൂബ് മറിഞ്ഞ് ആൽവിൻ വെള്ളത്തിൽ മുങ്ങിപ്പോകുകയായിരുന്നു. കൂട്ടുകാരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ തിരച്ചിൽ നടത്തി. പഞ്ചായത്ത് അംഗം പ്രദീപ് കൊച്ചത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിനൊടുവിൽ 4:30-യോടെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. KSKTU വാടാനപ്പള്ളി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ കർഷക സമരത്തിൽ പങ്കെടുക്കാനെത്തിയ യുവ കർഷകനെ നരേന്ദ്രമോദിയുടെ സർക്കാർ വെടിവെച്ചു കൊന്നതിൽ പ്രതിഷേധിച്ച് പ്രകടനവും കരിദിനാചരണവും നടത്തി. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം K. വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. KK അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സുരേഷ് മഠത്തിൽ, CM നിസാർ, TN ദയകുമാർ, ബീനാഷെല്ലി, A. യൂസഫ് സംസാരിച്ചു. TA നൂർദീൻ, AR വാസു, VK മധു, KR വിനയൻ, ബേബി രതീഷ്, NV ദാസൻ, CK ജയൻ, VG വിനോദൻ, KC സുധ എന്നിവർ പങ്കെടുത്തു. കണ്ടശങ്കടവിൽ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികളുടെ യാത്രയയപ്പ് നടന്നു. മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറെ പുതുമകൾ ഉൾക്കൊള്ളിച്ച് നടത്തിയ യാത്രയയപ്പ് ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ അഭീത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് CA മുരളി, SMC ചെയർമാൻ നെൽസൺ V. മാത്യു, MPTA പ്രസിഡന്റ് ഷിമി ഗോപി, ക്ലാസ് അധ്യാപകരായ സൗമിനി, ജ്യോതി, നിജില, സന്ധ്യ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥി പ്രതിനിധികളായ ബ്ലെസ്സി M. ഭന്നി, സന നൌറീൻ, ബദ്ര സലിൽ, എസ്തർ, റിൻഷ, റിസാഖ് തുടങ്ങിയവർ അനുഭവങ്ങൾ പങ്കുവച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി.
വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അങ്കണവാടി കുട്ടികൾക്കുള്ള കലാമേള കുഞ്ഞരങ്ങ് 2023-24 സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബിത് AS അധ്യക്ഷത വഹിച്ചു. CM നിസാർ ആമുഖ പ്രസംഗം നടത്തി. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി അംഗനവാടി കുട്ടികൾക്കുള്ള ബാഗ്, വാട്ടർ ബോട്ടിൽ എന്നിവ വിതരണം ചെയ്തു. ജൽജീവൻ മിഷൻ കോർഡിനേറ്റർ പ്രീതി സിൽവർ പദ്ധതി വിശദീകരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രന്യ ബിനേഷ്, സുലേഖ ജമാലു, വാർഡ് മെമ്പർമാരായ സരിത ഗണേഷ്, ഷബീർ അലി, മഞ്ജുലാൽ, ഷൈജ, ഉദയകുമാർ, രേഖ അശോകൻ, നൌഫൽ വലിയകത്ത് എന്നിവർ പങ്കെടുത്തു. ഗവൺമെന്റ് ഫിഷറീസ് സ്കൂൾ പ്രധാനാധ്യാപിക സജീന, PTA പ്രസിഡന്റ് രമേശ് എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 28 അംഗനവാടികളിൽ നിന്നായി 200ഓളം കുട്ടികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. കുട്ടികൾക്കുള്ള ട്രോഫികളും വിതരണം ചെയ്തു. ഏനാമാവ് ബണ്ടിന്റെ സമീപത്തുള്ള വളയംകെട്ടിലൂടെ പുളിവെള്ളം കയറുന്ന ഭാഗം BJP മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജു ഇയാനിയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. വളയംകെട്ടിലെ നിർമ്മാണം ശരിയായ രീതിയിൽ നടക്കാത്തതുകൊണ്ടും നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സമയത്ത് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കാത്തതുകൊണ്ടുമാണ് പുളിവെള്ളം ശുദ്ധജലത്തിലേക്ക് കയറുവാനിടയായത്. നിരവധി പാടശേഖരങ്ങളിലെ കൃഷിസ്ഥലങ്ങൾ നശിക്കുവാനിടയുണ്ട്. സമീപപ്രദേശങ്ങളിലെ കുടിവെള്ള കിണറുകളിലേക്ക് ഉപ്പുരസമുള്ള വെള്ളം കയറുവാനിടയുണ്ട്. എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് BJP മണലൂർ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. വളരെ ഗുരുതരമായ കൃത്യവിലോപം കാണിച്ച ഉദ്യോഗസ്ഥർക്ക് എതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ മണലൂർ ഘടകം ശുപാർശ ചെയ്യുക. എന്താ വെച്ചാൽ ഈ നാട്ടിലെ കൃഷിയുടെ ഉന്നമനത്തിനായി മാത്രം കാർഷിക രംഗത്തിൻ്റെ വികസനം സ്വപ്നം കാണുന്ന ഈ മേഖലയിലെ കോൾ മേഖലയുടെ ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞ നമ്മുടെ ഈ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് ഈ നിർമ്മാണം നടക്കുമ്പോൾ കൃത്യമായൊരു മേൽനോട്ട സമിതി വന്ന് അത് പരിശോധിക്കുകയോ അല്ലെങ്കിൽ ഇവിടുത്തെ കർഷക സംഘങ്ങളുടെ നേതൃത്വത്തിൽ ഒരു പരിശോധന നടത്തുകയോ ചെയ്യാതെ കേവലം കയ്യും കെട്ടി നോക്കിയിരുന്ന് ലക്ഷക്കണക്കിന് രൂപ വകമാറ്റി ഇതിൽ നിന്ന് അടിച്ചു മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതിൻ്റെ അനന്തരഫലമാണ് ഇന്ന് ഈ ഒരു മേഖലയിൽ വെള്ളം കയറി കൃഷി നശിക്കാനും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ വളയംകെട്ടിൻ്റെ നിർമ്മാണത്തിൽ വലിയ തോതിലുള്ള അപാകതകൾ മൂലം ഈ വെള്ളം ഉപ്പുവെള്ളം ശുദ്ധജലത്തിലേക്ക് പകരാനും അതുപോലെ ഇവിടുത്തെ ശുദ്ധജലം നശിക്കാനും ഇടയാക്കുന്നു. BJP മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജു ഇയാനി, മണലൂർ നിയോജക മണ്ഡലം OBC മോർച്ച സെക്രട്ടറി ഗിരീഷ് കുമാർ ചെറിയത്ത്, മണലൂർ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് മെമ്പർ മിനി അനിൽകുമാർ, BJP മണലൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബിജു വാലപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റ് പ്രദീപ് കാണാട്ട് എന്നിവർ പങ്കെടുത്തു. ചെമ്മാപ്പള്ളി തെക്കിനിയടത്ത് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. പുലർച്ചെ മുതൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ശിവേലി ദേവിക്ക് പൊങ്കാല എന്നിവ നടന്നു. കോഴിപ്പറമ്പിൽ അയ്യപ്പൻ ഭഗവതിയുടെ തിരമ്പേറ്റി. പിരുവനം ശങ്കരനാരായണ മാരാർ നേതൃത്വം നൽകുന്ന മേളം, സന്ധ്യയ്ക്ക് ദീപാരാധന, കേളിപ്പറ്റ്, താലം എഴുന്നള്ളിപ്പ്, തായമ്പക എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ.
ക്ഷേത്രം പ്രസിഡന്റ് ടി കെ മനോജ്, സെക്രട്ടറി TS മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി. പഴുവിൽ വെസ്റ്റ് കാക്കനാട്ട് ദേവസ്ഥാനം വിഷ്ണുമായ ഭദ്രകാളി ക്ഷേത്രത്തിൽ തോറ്റം വെള്ളാട്ട് ഉത്സവത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച വിവിധ പരിപാടികൾ നടന്നു. രാവിലെ മുതൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ഭഗവതിയുടെ തോറ്റമെഴുന്നള്ളിപ്പ് എന്നിവയും ഉച്ചയ്ക്ക് പ്രസാദവൂട്ടും നടന്നു. നിവേദ്യമൊരുക്കൽ, മഞ്ഞപ്പയറ്റടി, ദൈവത്തിന് കളം എന്നിവയും നടന്നു. ചാഴൂർ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് വിവിധ കലാപരിപാടികൾ അകമ്പടിയോടെ പൂരം എഴുന്നള്ളിപ്പും നടന്നു. കുളക്കാടൻ ഗണപതി തിരമ്പേറ്റി. വെള്ളത്തിന് പഴുവിൽ രഘുമാരാർ നേതൃത്വം നൽകി. കോട്ടപ്പടി സുരേന്ദ്രൻ, രഘുനാഥൻ എന്നിവരുടെ നാഗസ്വരവും നടന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ദിവാകരൻ കാക്കനാട്ട്, ശങ്കരൻ ഉണ്ണി കാക്കനാട്ട്, സുരേഷ് കാക്കനാട്ട് എന്നിവർ നേതൃത്വം നൽകി. SFI ചേർപ്പ് ഏരിയ സമ്മേളനം ചാഴൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ SFI കേന്ദ്ര കമ്മിറ്റി അംഗം വി വിചിത്ര ഉദ്ഘാടനം ചെയ്തു. ഷാഹുൽ ഹരി അധ്യക്ഷനായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിഷ്ണു പ്രഭാകരൻ, ഏരിയ സെക്രട്ടറി PV നിഖിൽ, KJ ജ്യോതിബസു, VS ഗോകുൽ എന്നിവർ സംസാരിച്ചു. നമ്മുടെ ക്യാമ്പസുകൾ കഴിഞ്ഞ കാലഘട്ടങ്ങളെ പോലെ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നില്ല. നമ്മുടെ ക്യാമ്പസുകൾ സംഘടിക്കുന്നില്ല. നമ്മുടെ വിദ്യാർത്ഥികൾ രാഷ്ട്രീയം സംസാരിക്കുന്നില്ല. ഓരോ മനുഷ്യനും അവനവനത്തിലേക്ക് ഒതുങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ട സമയത്ത് ആ അരാഷ്ട്രീയതയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ നമ്മളെ ഇങ്ങനെ മറവിയിലോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, നമ്മുടെ ചരിത്രത്തെ ഇങ്ങനെ അപകർപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, നമ്മുടെ വിദ്യാർത്ഥികളുടെ പുതുതലമുറയുടെ തലച്ചോറുകളെ ആകമാനം നിശബ്ദമാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയും തന്നെ ഞങ്ങൾക്ക് അരാഷ്ട്രീയതയിലേക്ക് നീങ്ങുന്നതിന് വേണ്ടി സാധിക്കില്ല. ഞങ്ങളുടെ ക്യാമ്പസുകൾക്കകത്തുള്ള വിദ്യാർത്ഥികളെ തീർച്ചയായും രാഷ്ട്രീയവൽക്കരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കാലഘട്ടം ആവശ്യപ്പെടുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ക്യാമ്പസുകൾക്കകത്തോട്ട് പോയ വിദ്യാർത്ഥി സംഘടനയുടെ SFIയുടെ സംഘടനാ സമ്മേളനത്തിനകത്താണ് നമ്മളൊക്കെയും തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്വാഗത പ്രാസംഗം സൂചിപ്പിച്ചു വെച്ചതുപോലെ കാഞ്ഞാണി കുടുംബ ശ്രീ രുദ്രമാല അന്നപൂർണേശ്വരി വിഷ്ണുമായ ക്ഷേത്രത്തിൽ നടത്തുന്ന തോറ്റമ്പാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് കലാസന്ധ്യ അരങ്ങേറി. ചലച്ചിത്രതാരം നിതാരാധ ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ ജോയി ചേട്ടന്റെ കൂടെ പണിയെന്നൊരു മൂവി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സുരാജേട്ടന്റെ ചേട്ടന്റെ ഭാര്യയായിട്ട് തൊടുപുഴ ഇപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നപ്പം ഇവിടെ കാഞ്ഞാണി കണ്ടശാങ്കടവ് ഒരു പാർക്ക് ഉണ്ടല്ലോ, അവിടെ ഒരു 17 ദിവസത്തോളം ഞങ്ങൾ ഉണ്ടായിരുന്നു ഒരു വർക്കിന്റെ ഭാഗമായിട്ട്. എന്തായാലും എല്ലാവരും കാണാം. പിന്നെ നമ്മൾ ഈശ്വർമ്മ സമുദായ അംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കലാകാരന്മാരാ. ഞാൻ കണ്ടതിൽ കൂടുതൽ കലാകാരന്മാര് നമ്മുടെ ആൾക്കാരുകൾ തന്നെയാ. പക്ഷെ എല്ലാവർക്കും ഒരു മടിയും ഒരു നാണൊക്കെയാണ്. അതൊക്കെ മാറ്റി വെച്ച് മക്കളുകളെ പ്രോത്സാഹിപ്പിക്കുക, നല്ല രീതിയിൽ എല്ലാവരും എത്തട്ടെ. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി വിപിൻ കാഞ്ഞാണി അധ്യക്ഷത വഹിച്ചു. കുടുംബാംഗം കൂടിയായ സുരേഷ് മാപ്രാണം രചിച്ച ഋതുഭേദങ്ങൾ എന്ന കാവ്യ സമാഹാരത്തിന്റെ പ്രകാശനവും നടത്തി.
ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് സുഭാഷ് മാപ്രാണം, സെക്രട്ടറി വിപിൻ കാഞ്ഞാണി, ട്രഷറർ ഷാജി കാഞ്ഞാണി എന്നിവർ നേതൃത്വം നൽകി. ഫ്ലവേഴ്സ് മ്യൂസിക്കൽ 5 ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 4 വിന്നറായ കഴിമ്പ്രം സ്വദേശിനി ജോയ്സ് എൻ സുരേന്ദ്രന് ആർട്ട് ഓഫ് ലിവിംഗ് കഴിമ്പ്രത്തിൻ്റെ HP സ്നേഹാദരം നൽകി. ആർട്ട് ഓഫ് ലിവിംഗിൻ്റെ നേതൃത്വത്തിൽ ജോയ്സ് എൻ സുരേന്ദ്രൻ്റെ വസതിയിലെത്തിയാണ് സ്നേഹാദരവ് നൽകിയത്. ആർട്ട് ഓഫ് ലിവിംഗ് സുമേരു സന്ധ്യ ഇൻ്റർനാഷണൽ സിംഗർ മുരുകദാസ് ചന്ദ്രൻ മൊമൻറ്റോ നൽകി. ശാന്ത വാഴപ്പുള്ളി പൊന്നാടയണിച്ചു. രാജീവ് ഞാറ്റുവെട്ടി, സുരേഷ് പാണ്ടാത്ത്, പ്രീതി സുരേഷ്, കണ്ണൻ നെടിയിരിപ്പിൽ, ഷിനു സിദ്ധാർത്ഥ്, ശാലിനി സുധീഷ്, കാർത്തികേയൻ, ബേബി കാർത്തികേയൻ, ജോയ്സിന്റെ മാതാപിതാക്കളായ സുരേന്ദ്രൻ, വിജയലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. വിന്നറായിട്ടുള്ള ജോയ്സിന് എല്ലാവിധ ആശംസകളും ആർട്ട് ഓഫ് ലിവിംഗ് കഴിമ്പ്രത്തിൻ്റെ പേരിൽ നേരുന്നു. ഒപ്പം ഇനിയും എന്ത് ജോലിയിലേക്ക് പ്രവർത്തിച്ചാലും സംഗീതം വിടാതെ കൂടെ കൊണ്ടുപോകുക എന്നൊരു നിർദ്ദേശം കൂടെ ഉണ്ട്. ആ സംഗീതത്തിലൂടെ ഒരുപാട് പേർക്ക് സന്തോഷം ഉണ്ടാവട്ടെ. ജോയ്സ് എൻ സുരേന്ദ്രൻ മറുപടി പ്രസംഗം നടത്തി, ഗാനവും ആലപിച്ചു. പുന്നിൽ കുളിച്ചു നിന്നു ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ നിന്നെ കുറിച്ചു ഞാൻ പാടുമീ രാത്രിയിൽ ശ്രുതി ചേർന്നു മൗനം. ഗുരുധർമ്മ പ്രചാരണ സഭ GDPS മാതൃസഭ 1001 പ്രാർത്ഥനാ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നു. ആത്മീയ ദർശനവും ഭക്തിയും പ്രാർത്ഥനയും ഗൃഹങ്ങളിലും ഹൃദയങ്ങളിലും എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ശിവഗിരി മഠത്തിൻ്റെ പോഷക സംഘടനയായ ഗുരുധർമ്മ പ്രചാരണ സഭ തൃശൂർ ജില്ലാ കമ്മിറ്റി രൂപീകരിക്കുന്നു. ഇതിൻ്റെ ആരംഭം കുറിച്ച് പ്രാർത്ഥനാ ഗ്രന്ഥങ്ങൾ കൈമാറി. ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. അജിത സന്തോഷ് ഏറ്റുവാങ്ങി. ജില്ലാ സെക്രട്ടറി KU വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. സഞ്ജു കാട്ടുങ്ങൽ, റീന ദേവാനന്ദ്, ഗുരുദർശന രഹന, റീജ അജയൻ എന്നിവർ പങ്കെടുത്തു. ഗുരുദേവ ശിഷ്യനായ ദിവ്യശ്രീ രാമാനന്ദ സ്വാമികളുടെ ജന്മദിനത്തിന്റെ ഭാഗമായി ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികളുടെ പ്രഭാഷണവും നടന്നു. ആ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊണ്ടുപോകാമെന്ന് നമ്മൾ കേട്ടിരുന്നു. ഞാൻ അങ്ങോട്ട് അഭ്യർത്ഥിച്ചതാണ്, സമ്മതിച്ചിരുന്നു. പക്ഷെ പോയില്ല. ഇന്ന് അവിടുത്തെ ഉത്സവം വിഷമമുണ്ടല്ലോ. ഇന്ദ്രിയാണി മനോബുദ്ധി സപ്തജിഹ്വാഃ നാട്ടിലെ കച്ചവടക്കാരുടെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും തിരിച്ചറിഞ്ഞ് സീസൺ സ്റ്റാൾ സംബന്ധിച്ചുള്ള വ്യാപാരികളുടെ പരാതിയിൽ വ്യാപാരികൾക്ക് അനുകൂലമായി നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ കൂട്ടായി നിലപാടെടുത്ത് വ്യാപാരികളെ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് തൃപ്പയാർ നാട്ടിക മർച്ചന്റ്സ് അസോസിയേഷൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. കേരള പഞ്ചായത്തി രാജ് നിയമവും ചട്ടങ്ങളും പാലിക്കാതെ നാട്ടിലെ കച്ചവടക്കാരെ മുഴുവൻ തകർക്കുന്ന രീതിയിൽ തൃപ്പയാർ ബസ് സ്റ്റാൻഡിന് വടക്കുഭാഗം അർച്ചന സിൽക്സിന് എതിർവശം ജോയ് ആലുക്കാസ് ഗ്രൂപ്പിന്റെ സ്ഥലത്ത് നിർമ്മാണം നടക്കുന്ന പടുകൂറ്റൻ സ്റ്റാളിന് ഒരു കാരണവശാലും അനുമതി നൽകരുതെന്നും അതോടൊപ്പം എല്ലാ കച്ചവടക്കാരെയും തകർക്കുന്ന രീതിയിൽ ഇതുപോലെയുള്ള താൽക്കാലിക സ്റ്റാളുകൾക്ക് നാട്ടിക പഞ്ചായത്തിൽ പ്രവർത്തനാനുമതി നൽകരുതെന്നും ഇതുപോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ വ്യാപാരികളെ സഹായിക്കണമെന്നും തൃപ്പയാർ നാട്ടിക മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി PK സെമീറിന്റെ നേതൃത്വത്തിൽ നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു.
വാസന്തം സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തൃപ്പയാർ വാസന്തം അവാർഡ് നൈറ്റ് സംഘടിപ്പിച്ചു. പ്രിയദർശിനി ഹാളിൽ നടന്ന ചടങ്ങിൽ നാടക നടൻ മനോമോഹനൻ ഉദ്ഘാടനവും അവാർഡ് വിതരണവും നിർവഹിച്ചു. താനിം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. കലാപ്രതിഭകളായ ഭദ്രൻ വടക്കുംപുറം, ആലില മുരളി, രാജീവ് പെരിങ്ങോട്ടുകര, നിരഞ്ജന ശ്രീലക്ഷ്മി തുടങ്ങി 30ഓളം കലാപ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. സജീവൻ നവകം, ചാടൂർ, ശ്രീമഠം മഠാധിപതി ശ്രീകുമാർ ശാന്തി, വിമൽ തുടങ്ങിയവർ സംസാരിച്ചു. നാഷണൽ സർവീസ് സ്കീം സംസ്ഥാനതല അവാർഡ് നാട്ടിക എസ് എൻ ട്രസ്റ്റ് സ്കൂൾ അധ്യാപികയും NSS കോർഡിനേറ്ററുമായ ശലഭ ജ്യോതിഷിന് ലഭിച്ചു. ഏറ്റവും അധികം ആളുകളെ പങ്കെടുപ്പിച്ചുള്ള ജനകീയ രക്തദാന ക്യാമ്പ് പൊതുജന പങ്കാളിത്തത്തിലൂടെ നടത്തിയതിനുള്ള റീജിയണൽ തല അവാർഡാണ് ശലഭ ജ്യോതിഷിന് ലഭിച്ചത്. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടന്ന ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് സംസ്ഥാന പുരസ്കാര ചടങ്ങിൽ ശലഭ ജ്യോതിഷ് NSS സെൻട്രൽ റീജിയണൽ പ്രോഗ്രാം കൺവീനർ N രാജേഷിൽ നിന്നും ഏറ്റുവാങ്ങി. ഒരു ദിവസം നടത്തിയ ക്യാമ്പിൽ തന്നെ 110 പേരുടെ രക്തദാനം ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് ശലഭ ജ്യോതിഷിനെ ഈ അവാർഡിന് അർഹയാക്കിയ ഘടകം. കണ്ടശങ്കടവിൽ മാമ്പുള്ളി റോഡിന് സമീപം റിട്ടയേർഡ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറായിരുന്ന കരുവത്ത് വേലായുധൻ നിര്യാതനായി. 86 വയസ്സായിരുന്നു. മാലതി ഭാര്യയാണ്. രാജേഷ്, ഗിരീഷ് എന്നിവർ മക്കളും രാജി, കല എന്നിവർ മരുമക്കളുമാണ്. നാട്ടിക വലിയപുരയ്ക്കൽ തോട്ടുപുര അശോകൻ നിര്യാതനായി. 82 വയസ്സായിരുന്നു. സുനന്ദ ഭാര്യയാണ്. ശമേഷ്, രൂപേഷ് എന്നിവർ മക്കളും നിഷ, സിനി എന്നിവർ മരുമക്കളുമാണ്. സംസ്കാരം തിങ്കളാഴ്ച വടൂക്കരയിൽ നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. വിലക്കയറ്റം, സപ്ലൈകോയിലെ സ്തംഭനാവസ്ഥ. മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാലിക്കലങ്ങളുമായി പ്രതിഷേധ മാർച്ച്. പെരിങ്ങോട്ടുകര ഉത്സവത്തിന് കൊടികയറി. അന്തിക്കാട് വാക്കറ കുളത്തിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.